കണ്ടന്റുകൾ വ്യക്തമാക്കണമെന്ന വ്യവസ്ഥ ചെയ്ത IT നിയമത്തിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിജ്ഞാപനമിറക്കി. എന്തൊക്കെയാണ് സുപ്രധാന മാറ്റങ്ങളെന്ന് പരിശോധിക്കാം. ആര്യ വിശദീകരിക്കും. AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് AI നിർമ്മിച്ച നിർമ്മിതികൾ, വീഡിയോകൾ, വാർത്തകൾ, ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇതിനെയെല്ലാം തടയാൻ, ഇതിനെയെല്ലാം നിരോധിക്കാൻ, നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ വരികയാണ്. ഈ മാസം 20-ാം തീയതി മുതൽ പുതിയ ചട്ടങ്ങൾ, കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്ന പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. പുതിയ മാറ്റങ്ങൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ നടപ്പിലാകാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ അത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഉപയോഗിച്ചതെങ്കിൽ AI എന്ന ലേബൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകണം. അതിന് മുകളിൽ AI ആണ് ആ വീഡിയോ എന്നുള്ളത് കൃത്യമായി ലേബൽ ചെയ്തിരിക്കണം. ഇത് കരട് ഈ നിയമവുമായി ബന്ധപ്പെട്ട കരട് ആലോചിച്ച സമയത്ത് 10% അതായത് ഒരു കണ്ടന്റിന്റെ ദൈർഘ്യം അനുസരിച്ച് അതിന്റെ 10% നേരം AI എന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു കരടിലുണ്ടായിരുന്നതെങ്കിൽ, നിയമമായപ്പോൾ അതിന് പ്രാധാന്യത്തിന് അത് AI ആണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ആകണം എന്നുള്ളതിലെ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീപ് ഫേക്ക് വീഡിയോസ് തന്നെയാണ്. ഡീപ് ഫേക്ക് വീഡിയോസ് പലതരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒറിജിനലിനെ വെല്ലുന്ന ഡീപ് ഫേക്ക് വീഡിയോസ് ഉണ്ട്. ആ ഉള്ളടക്കങ്ങളൊക്കെ നിയന്ത്രിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ AI ആണെന്ന് ബോധ്യപ്പെടുത്തണം, ലേബൽ ചെയ്യുക മാത്രമല്ല എല്ലാ വിവരങ്ങളും ശേഖരിക്കണം, സൂക്ഷിക്കണം. അതായത് മെറ്റാ ഡാറ്റ സ്ഥിരമായി എംബെഡ് ചെയ്യണമെന്ന് കൂടി ഈ നിയമം ഉറപ്പാക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു പരാതി ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ലഭിച്ചാൽ 3 മണിക്കൂറിനുള്ളിൽ ആ പ്രസ്തുത പരാതി ലഭിച്ച വീഡിയോ നീക്കം ചെയ്യേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം 10,000-കണക്കിന് വീഡിയോസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ AI ഉപയോഗിച്ചുള്ള വീഡിയോ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ചിലതൊക്കെ നല്ലതാണ്, നൊസ്റ്റാൾജിയ തോന്നുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചിലത് അങ്ങനെയല്ല. അപ്പോൾ സമൂഹ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ 3 മണിക്കൂർ എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ കരട് ചട്ടത്തിൽ ഇത് 36 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നായിരുന്നു. പക്ഷേ നിയമമായി വന്നപ്പോൾ അത് 3 മണിക്കൂറായി മാറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായവ, ഈ ഡീപ് ഫേക്ക് വീഡിയോസിൽ പലതും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് പോലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ ഇടപെടൽ വരുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായ വീഡിയോസ്, കണ്ടന്റുകളൊക്കെ തടയാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനം വേണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യത ലംഘിക്കുന്ന വീഡിയോ, ഇപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന അവകാശങ്ങൾ നൽകുന്നുണ്ട്. ആ അവകാശങ്ങൾ അവരുടെ സ്വകാര്യതയെ അപഹരിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് പോലും പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റീസിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് തടയുക കൂടി ഈ നിയമത്തിൻ്റെ ലക്ഷ്യമാണ്. ബാധകമാവുക, ഈ നിയമങ്ങൾ ആർക്കൊക്കെയാണ് ബാധകമാവുക? OpenAI, X, യൂട്യൂബ്, ഗൂഗിൾ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കാണ് ഈ നിയമം, ഈ മാറ്റങ്ങൾ, ഭേദഗതി ബാധകമാവുക. 2025 ജൂൺ വരെ ഇതിനോടകം തന്നെ പരാതി ലഭിച്ച 28,000 കണ്ടന്റുകൾ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് ജൂൺ വരെയുള്ള മാത്രമുള്ള കണക്കാണ്. അത് കഴിഞ്ഞും കണ്ടന്റുകൾ, വീഡിയോസ് ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ടാവും. എന്തായാലും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അങ്ങനെ പറയുമ്പോഴും വ്യാജ വാർത്തകൾ, ഡീപ് ഫേക്ക് വീഡിയോസ് തടയാൻ കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഈ മാറ്റങ്ങളിലേക്ക് കടക്കുന്നത്.